നീ ഇന്നലെ രാത്രി പാലക്കാടിന് പോയിരുന്നോ? പോയിരുന്നു. എന്തിന്? പറയടാ, എന്തിന്? ഉറക്കം വന്നില്ല. ഉറക്കം വരഞ്ഞിട്ടടാ അയാളെ പോയി തല്ലി കൊല്ലാറാക്കിയത്? ഈശ്വര, അതെ, അവന്റെ കൈ തല്ലി ഒടിക്കാണ്ട് എനിക്ക് ഉറക്കം വന്നില്ല. കൈ തല്ലി ഒടിക്കുക? ആരുടെ? ഏട്ടനെ പെരുവഴിയിലിട്ട് തല്ലിയ ഗുണ്ട ഞാൻ അടിച്ചു. കൈത്തരിപ്പ് മാറുന്നവരെ അടിച്ചു. അടിച്ചതിന്റെ ചെറുക്കലി എന്താ വിടേടത്തി തല്ലട്ടെ, അതിനുള്ള അവകാശവും അധികാരവും ഉണ്ട്. പക്ഷെ ഏട്ടന്റെ മേത്തൊരാൾ കൈവച്ചാൽ പൊറുക്കില്ല. രഘുവിന് അത് പറ്റില്ല. അതുകൊണ്ട് എന്തക്രമം കാണിക്കാവുന്നു? നിയമം കയ്യിലെടുക്കാൻ നീ ആരാണ്? എന്തധികാരത്തില്? ഒരു വയറ്റി പിറന്നതുകൊണ്ട്, ഒരേ ചോരയായതുകൊണ്ട്. അതൊക്കെ ചോദിക്കണ്ടത് ചോദിച്ചോളും. നീ തല്ലാനും കൊല്ലാനും നടക്കണ എന്തിനാ? ആര് ചോദിക്കുന്ന അമ്മ പറയണേ? കാറും പത്രാസും അധികാരവും IPS ഉണ്ടെങ്കിലും രാഷ്ട്രീയക്കാരന്റെ വെറും കറിവേപ്പില എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ പോലീസ് സിംഹങ്ങളോ? അതോ ആര് ചത്താലും കൊന്നാലും കുതിര കയറിയാലും നമുക്കും കിട്ടണം പണം എന്ന് വിചാരിക്കണം നമ്മുടെ നാട്ടുകാരോ? എന്നാ നാട് നന്നാക്കാൻ ഇറങ്ങിക്കൂ. ഒരു വിധത്തിലെല്ലാം അവസാനിപ്പിച്ചതാ, വീണ്ടും കുത്തിപ്പൊക്കി. എന്തും ചെയ്യാൻ മടിക്കുന്നവനല്ല അയാൾ. നിനക്ക് എന്തെങ്കിലും പറ്റിയാ പിന്നെ ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന എന്തിനാടാ? ഒന്നുമില്ല ഏട്ടാ, ഇനി അനങ്ങില്ല അവൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഒരു കയ്യേ പോയുള്ളൂ. ഇനിയും ഗുണ്ടായുസമായിട്ട് ഇറങ്ങിയ കാലൂടി പോകുന്ന്. പിന്നെ കേസല്ലേ? അത് ഞാൻ നോക്കിക്കോളാം. എനിക്കൊന്നും അറിയില്ല എന്റെ ഈശ്വര. ഇവൻ എന്നെ കണ്ണീര് കുടിപ്പിച്ചേ അടങ്ങൂ. അമ്മേ, ഈ നിസ്സാര കാര്യത്തെ ചൊല്ലി അമ്മ ഇങ്ങനെ കരയണു. വണ്ടി കയറി ചതഞ്ഞ് മരിച്ച ആ ചെക്കനില്ലേ, അവന്റെ അമ്മയുടെ കണ്ണീരിനെ കുറിച്ച് അമ്മ ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല. രഘു കണ്ണീര് കുടിച്ചാലും അമ്മയും ഏട്ടനും ഏട്ടത്തെയും മക്കളും ഒന്നും കണ്ണീര് കുടിക്കാൻ രഘു സമ്മതിക്കില്ല. എടി മാലു, നീ അവനെ വിളിച്ചില്ലേ? ക്ഷണിച്ചുകൊണ്ടുവരാ. അവനെന്താ വിരുന്നുകാരനാ? പറഞ്ഞിട്ടുണ്ട് വരും. ചിലപ്പോ പിണങ്ങി കിടക്കുകയാണെങ്കിലോടി ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. അമ്മ അവിടെ ഇരിക്കെ, അവൻ വരും. പിണങ്ങാനായിട്ട് ഞാൻ വല്ലതും പറഞ്ഞോ? പറഞ്ഞോടി. വാ തുറന്നേയില്ല. വെളിച്ചപ്പാട് വാളെടുത്ത പോലെയാ. നീ പിടിച്ചില്ലായിരുന്നെങ്കിൽ അടി കഴിഞ്ഞേനെ. ഞാൻ അടിക്കും. എന്തേ? എന്നേക്കാ വളർന്നൊന്നും ഞാൻ നോക്കില്ല. എനിക്ക് ദേഷ്യവും സങ്കടമൊക്കെ വന്നാൽ ഞാൻ അടിക്കും. അച്ഛൻ പോലീസായോണ്ടാ? എന്താ ഒരു ചിരി? എടി മാലു, നീ അവന് ചോറ് വിളമ്പ്. പിന്നെ വിളമ്പി തന്നാലല്ലേ എനിക്ക് ഉണ്ണാനറിയൂ. അത് ഏട്ടന്. ഏട്ടത്തി വിളമ്പിയില്ലെങ്കിൽ ഊണ് മുടങ്ങി. അതറിയാൻ പാടില്ല അഞ്ഞിട്ടാ. അതിന്റെ സുഖവും സന്തോഷവും ഒന്നും ഇവനറിയില്ല അല്ലേടി. വള്ളത്തോൾ കവിത വരട്ടെ, അപ്പൊ അറിയാം. വള്ളത്തോൾ കവിത ഇപ്പൊ ഇങ്ങോട്ട് കാണാറേ ഇല്ലല്ലോ. പഞ്ചകല്യാണി സമ്മതിക്കണ്ടാവില്ല. പഞ്ചകല്യാണിയോ? അതാരാ? ലേഖചെറിയമ്മയുടെ അമ്മയ്ക്ക് ചെറിയച്ഛനിട്ടിരിക്കുന്ന പേരാ പഞ്ചകല്യാണി. അത് ശരി. ഹേയ്, ഞാൻ അങ്ങനെയൊന്നും പേരിട്ടിട്ടില്ല കേട്ടോ. ഇവന്റെ അമ്മായിമ്മയ്ക്ക് ആ പേര് തന്നെയാ ചേർച്ച. ഇന്നാളെ എന്റെ അടുത്ത് വന്നിരുന്നു. 1 മണിക്കൂർ കംപ്ലൈന്റ്. ഇവൻ അവളെ പഠിക്കാൻ സമ്മതിക്കുന്നില്ല, ചുറ്റിത്തിരിയുന്നു, വട്ടം തിരിയുന്നു, അങ്ങനെ ചെയ്യണു, ഇങ്ങനെ ചെയ്യണു. ഞാൻ പറഞ്ഞില്ലേടി, ഇപ്പൊ ഇവനെ അങ്ങോട്ട് വിടരുത്, പറഞ്ഞ് കൺട്രോൾ ചെയ്യണമെന്ന് എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്ക. അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ എന്തിനാടാ നമുക്ക് ആ ബന്ധം? വേറെ പെൺകുട്ടികളില്ല ലോകത്ത്. ഇവൻ ഒന്ന് മൂളിയാ മതി, പെൺകുട്ടികളുടെ ഒരു പട തന്നെയുണ്ട്. ഒരു 2 ഡസൻ ഫോട്ടോ ഇപ്പൊ എന്റെ കയ്യിൽ ഇരിക്കണുണ്ട്. നല്ല പവന്മാർ കുട്ടികള്, അതും വലിയ വലിയ കുടുംബക്കാര്. ഏട്ടാ, ലോകത്ത് ധാരാളം പെൺകുട്ടികളുണ്ടാവും, പവന്മാർക്കും കുടുംബക്കാരും, അങ്ങനെ പലതും. പക്ഷെ ലേഖ ഒന്നേ ഉള്ളൂ. നിങ്ങളുടെയൊക്കെ മനസ്സിൽ പോലും രഘുവിന്റെ പെണ്ണായിട്ട് ലേഖയല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ സങ്കല്പിക്കരുത്. ഒന്നും അറിയാണ്ടല്ല, പക്ഷെ അവർക്കും വേണ്ട ഇത്തിരി മര്യാദ. എത്ര കാലായി നമ്മൾ കാക്കണു. ഇനി എന്ന് നടത്തി തരാനാ? ഞാൻ മരിച്ചിട്ടോ? ഹലോ. ഓ റീന, ഒന്ന് മാറി തരുമോ? എനിക്ക് ഇവളോട് 2 വർത്താനം പറയണം. എന്ത് രഘുട്ടാ? എടി ചൂലേ, നീ നിന്റെ അമ്മയും കൂടെ ഞങ്ങളായിട്ട് കൊരങ്ങളിപ്പിക്കുക. കോളേജ് ലൈബ്രറി ആണ് കേട്ടോ, അപ്പുറത്തെ സ്റ്റാഫ് റൂമിൽ അമ്മയുണ്ട്. അതുകൊണ്ട് ഞാൻ പേടിക്കണോ? വേണ്ടി വന്നാ നിന്നെ ഞാൻ ഈ കസേരയോടെ പോക്കും, അറിയോ? എന്നിട്ട് ഞാൻ വണ്ടിയിലിട്ട് കൊണ്ടുപോകും. എങ്കിൽ പിന്നെ എന്തിനാ വൈകിക്കണേ? കൊണ്ടേക്കൂടെ? എന്താ മിണ്ടാത്തെ? ഞാൻ റെഡി. അത് പിന്നെ അന്തസ്സായിട്ട് കെട്ടിക്കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ അങ്ങനെ ചെയ്യണം സാർ. ഇത് വെറുതെ എന്റെ അടുത്തൊന്ന് ചൂടാവുന്ന എന്തിനാ? അതിന് എത്ര പ്രാവശ്യം എന്റെ ഏട്ടനും ഏട്ടത്തെയും നിന്റെ അമ്മയടുത്ത് വന്ന് പറഞ്ഞു. എടി, നീ ജോലി ചെയ്തുകൊണ്ട് വന്നിട്ട് വേണമല്ലോ എനിക്ക് ജീവിക്കാൻ. അതിന് മംഗലത്ത് ഗോവിന്ദൻ എന്നെ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്.
രണ്ടു കൊല്ലം മുമ്പ് എന്റെ അമ്മ എല്ലാം പറഞ്ഞില്ലേ രഘുവിനോട്? അപ്പൊ ഒക്കെ തലകുലിക്ക് സമ്മതിച്ചു. അത് പണ്ടാരടങ്ങാൻ. നിന്റെ ഒടുക്കത്തെ ഈ തീസിസ് ഒരു കൊല്ലം കൊണ്ട് സബ്മിറ്റ് ചെയ്യുന്നല്ലേ കരുതിയേ? ഇനി മോള് ഡോക്ടറേറ്റ് എടുത്തില്ലെങ്കിൽ നിന്റെ അമ്മ വെള്ളം ഇറങ്ങാണ്ട് ചത്താലോ? കൊല്ലം രണ്ടായി. സബ്ജക്ട് വിചാരിച്ച പോലെയല്ല, ടഫാ. ഓ പിന്നെ ടഫ്. വള്ളത്തോൾ കവിതയിലെ ദേശഭക്തി നീ ഗവേഷണം നടത്തി കണ്ടുപിടിച്ചിട്ട് വേണമല്ലോ. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെക്കനോട് ചോദിച്ചാൽ അവൻ പറഞ്ഞു തരും. ടഫ്. ചിരിക്കണ്ട, അത്ര ഭംഗിയൊന്നുമില്ല. അപ്പൊ ഇന്നാളൊരു ദിവസം പറഞ്ഞു എന്റെ ചിരി കാണാൻ നല്ല ഭംഗിയുണ്ട്. കോളേജ് ലൈബ്രറി ആണെന്നും ഞാൻ നോക്കില്ല. പിടിച്ചു ഞാൻ. എന്റെ അമ്മേ, പഞ്ചകല്യാണി. അടുത്ത ആഴ്ച വരില്ലേ നീ? ഇനി അടുത്ത ആഴ്ച ഒന്നും വരില്ല. അവിടെ പണി നടക്കുക. തോക്ക് ഉടയ്ക്കാനും തിന്നാനും അല്ലാണ്ട് നമ്മുടെ വീരപ്പനെ കൊണ്ട് ഒരു കാര്യവുമില്ല. ആ ഏട്ടൻ വന്നല്ലോ. ഞാൻ വിചാരിച്ചു നീ സ്ഥലം വിട്ടിട്ടുണ്ടാവുന്ന. രാവിലെ തൊട്ട് പോവാൻ തുടങ്ങിയതാ. വന്നാ വന്നിടത്ത്, പോയാ പോയടത്ത്. അതല്ലേ സ്വഭാവം. നീ ഇന്നലെ കോളേജ് ലൈബ്രറി ചെന്ന് ലേഖയ പോയിരുന്നോ? എടാ, അമ്മായി വിളിച്ച് ചൂടായി. അവളുടെ എന്താ തപസ് മുടക്കണമെന്ന്. അമ്മായി പറഞ്ഞതും ശരിയാ. കോളേജ് ലൈബ്രറി ചെന്നാ പോലും തപസ് മുടക്കല്ലേ. ലേഖ എന്നെ വിളിച്ചിരുന്നു. ഇന്നലെ രാത്രി മുഴുവൻ അവളെ ചീത്ത പറഞ്ഞ് കണ്ണു പൊട്ടിച്ചു അത്രേ. ആ തള്ളയുടെ പിണ്ണം വെക്കാൻ ഒരു തപസ്. അവർക്ക് ഞാൻ വല്ല പാഷാണം കൊടുത്ത് കൊല്ലുട്ടോ. ആ വെറുതെ ഞങ്ങൾ പോലീസുകാർക്ക് പണിയുണ്ടാക്കണ്ട. ബൈ ബൈ. ആ അമ്മേ, പുഞ്ചാനപ്പോനോടൊന്ന് പറഞ്ഞേക്ക് ഇനിയെങ്കിലും എടുത്തിയാട്ടൊന്ന് നിർത്താൻ. എന്തേ? ഒരു മെക്കാനിക്കിനെ ഗാരേജിൽ കയറി തല്ലിയാൽ യൂണിയൻകാർ കൈയും കെട്ടി നോക്കി നിൽക്കുവോ? ഒരു വിധത്തിലെല്ലാം പറഞ്ഞൊതുക്കാൻ ഏതൊക്കെ കഴുതകളുടെ കാല് പിടിച്ചെന്നറിയോ? 25,000 രൂപയും കൊടുത്തു. എങ്ങാനുള്ളതുകൊണ്ടെല്ലാം നടന്നു. അല്ലെങ്കിലോ? നല്ല സുഖം. ഞാനൊരു കാര്യം ചോദിച്ചാ വിഷമം തോന്നുവോ? വിഷമമോ? സത്യം സത്യം. ഞാനാണ് വിശാലാക്ഷിയാണ്, ലേഖക്കുട്ടിയാണ് സത്യം. എന്താ പോരെ? എനിക്കൊരു സ്വർണ്ണമാല മേടിച്ചു തരുമോ? സ്വർണ്ണമാല? ഒരു പവൻ മതി. കൊച്ചു കള്ള, മേടിച്ച് കൊടുക്കാമെന്ന് പറ. ഇങ്ങനെ സൂപ്പിച്ച് തരണല്ലേ? തുറക്ക്. ഇപ്പോഴല്ലേ റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ കേശവപിള്ളയുടെ വിവരം മനസ്സിലാവണത്. ഇത്രയും നാളും എനിക്ക് പാര വെച്ചത് ഈ സൗകര്യത്തിനാണല്ലേ? മോനെ, നീ ആരോട് മിണ്ടിപ്പോരുത്. നിനക്ക് ഞാൻ ഒരിക്കലും പാരാവില്ല. പാരയാവില്ലല്ലോ? ഇല്ല. പാരയായാൽ ഈ കൊട്ടൻ ചുക്കാതി വേല ലോകം മുഴുവൻ അറിയും. നാട് നീളം ഞാൻ പോസ്റ്റ് ഒട്ടിക്കും. നീ എന്നെ ചതിക്കരുത് പോലെ. ചതിക്ക് ചതി, പാരയ്ക്ക് പാര. ഓർത്തോ? അവള് പഠിക്കാണ്. വിശാലാക്ഷിയെ കാര്യപ്പോ വന്നാ വരട്ടെ പഞ്ചകല്യാണി. മിണ്ടിപ്പോയാൽ കൊട്ടൻ ചുക്കാതി. ആ